വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ ഐറ്റം സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ്. മത്തങ്ങയും വൻപയറും ഉപയോഗിച്ച് വളരെ സ്വാദിഷ്ടമായ എരിശ്ശേരി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി 1 കപ്പ് അളവിൽ വൻപയർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. 3 മണിക്കൂർ സമയം സോക്ക് ചെയ്തെടുത്തിരിക്കുന്ന വൻപയർ ആണിത്. ഇപ്പോൾ ഇത് നന്നായി സോക്കായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വാഷ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം മത്തൻ ആണ്. ഇതിൻ്റെ കുരുവും തൊലിയും എല്ലാം കളഞ്ഞ് എടുക്കുക. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 600 ഗ്രാം ആണ്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം മത്തൻ ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് എടുക്കുക. കുക്കർ എടുത്ത ശേഷം അതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന മത്തൻ്റെ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനായി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്ന സമയം വരെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 3/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും പിന്നീട് 2 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ അല്ലാതെ പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യം ഇല്ല. കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വൻപയറും മത്തനും എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. പയറെല്ലാം ആവശ്യത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്ന് ഉടച്ചിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വൻപയർ കൂടുതൽ വേവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വൻപയറും ഉപ്പും ചേർത്ത് 2 വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് മത്തൻ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉടച്ച് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടുതൽ ആവാൻ പാടില്ല, കാരണം അതൊരു മത്തങ്ങ കറി പോലെ ആയി പോവും. അപ്പോൾ ഇതിന് എരിശ്ശേരിക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പാകത്തിലാണ് എരിശ്ശേരി ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊരു 5 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് ഒന്ന് ചൂടായതിന് ശേഷം പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവ ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ തേങ്ങ വറുത്തിടുന്നത് എരിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ തേങ്ങ ഇതേപോലെ റോസ്റ്റ് ചേർക്കുമ്പോൾ എരിശ്ശേരിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം പിന്നീട് ഞാനിത് കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ എരിശ്ശേരിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സദ്യ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സദ്യയിലെ ബാക്കിയുള്ള ഐറ്റംസും ഞാൻ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂട്ടുകറിയുടെ റെസിപ്പിയും അവിയലിൻ്റെ റെസിപ്പിയും എല്ലാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.